ഇന്നത്തോടെ കൊൽക്കത്തയിലെ പൊരുത്തിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഡ്രസ്സൊക്കെ ഇട്ട് തിരിച്ച് പോവാണ്. എയറോപ്ലെയിനിലാണ് പോകണത്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറണത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് കൊൽക്കത്തയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴാണ്. അങ്ങനെ സിറ്റിയോടൊക്കെ എൻ്റെ അവിടുത്തെ ഗ്രീൻഫീൽഡ് സിറ്റിയോടൊക്കെ യാത്ര പറഞ്ഞ് പോവാണ്. ഇവിടെ ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും ഇവിടെ നല്ല ലേറ്റ് വരും. രാവിലെ നമ്മളോട് 7 മണി സമയമൊക്കെ വരും. അങ്ങനെ എയർപോർട്ടിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം എനിക്കറിയില്ല, എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പോണതും അതുപോലെ ഫ്ലൈറ്റിൽ കയറാൻ പോണതും. അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊന്നും ഒരു കുന്തും അറിയില്ല. ഞാൻ എപ്പോഴും ചേച്ചിനെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യണ്ടായിരുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പറും കണ്ടെത്തി എങ്ങനെയൊക്കെയോ അവിടെ പോയിരുന്നു. നല്ല ടെൻഷൻ വെച്ചാൽ ഫസ്റ്റത്തെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ടെൻഷനായിരുന്നു. ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന മഹാൻ്റെ ചെരുപ്പിൻ്റെ അവസ്ഥയാണ്. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരുമ്പോൾ പോലും ഒരു സ്റ്റാൻഡേർഡ് പോലും കീപ്പ് ചെയ്യാതെയാണ് ഞാൻ വന്ന് നോക്കണം. അതൊക്കെ എന്തിന്. പിന്നെ കുറച്ച് നേരം പോസ്റ്റ് അടിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു 3/4 മണിക്കൂർ എടുക്കും ബോർഡിങ് ടൈം ആവാൻ. അപ്പോൾ അതുവരെ എന്തെങ്കിലുമൊക്കെ കോപ്പറേറ്റ് കാണിച്ചിരിക്കാം. അങ്ങനെ ബോർഡിങ്ങും കംപ്ലീറ്റ് ആക്കി ഞാൻ ഫ്ലൈറ്റിലേക്ക് നടന്നു നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. തികച്ചും ഉള്ളിൽ പടപടാന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. 27A ആണ് എൻ്റെ സീറ്റ്. അങ്ങനെ സീറ്റ് കണ്ടെത്തി. വിൻഡോ സീറ്റാണ് ചേച്ചി ബുക്ക് ചെയ്യുന്നത്. രണ്ടും വിൻഡോ സീറ്റാണ്. ഞാൻ 2 ഫ്ലൈറ്റായിട്ട് കയറണം. ചെന്നൈക്ക് കയറിയിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ വെച്ചിട്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചിക്ക് കയറണം. അങ്ങനെയാണുള്ളത്. എൻ്റെ മോനെ ഏതാ വ്യൂ എന്നറിയോ. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയതിൻ്റെ എല്ലാ തരത്തിലുള്ള കണ്ണാപ്പിതരും ഞാൻ കാണിക്കുന്നുണ്ട്. ശരിക്കും അത്രയ്ക്ക് നല്ല ഒരു സംഭവമായിരുന്നു ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ. അത്രയും നല്ല രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല രസമായിരുന്നു. അവിടെയൊക്കെ എന്തൊക്കെയോ നടക്കണു, ഇവിടെയൊക്കെ എന്തൊക്കെയോ നടക്കണു. തികച്ചൊരു ലുക്കിംഗ് ലൈക്ക് അമേസിങ് വൈബായിരുന്നു. എന്താ സംഭവം എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ മെല്ലെ ഫ്ലൈറ്റ് എടുത്തു. മെല്ലെ തുടങ്ങിയ ഫ്ലൈറ്റ് ഒറ്റയടിക്ക് സ്പീഡ് കൂട്ടിയപ്പോൾ കിളിക്കൂടും ഉണ്ടായിരുന്ന സകല കണ്ട എല്ലാ സാധനങ്ങളും താഴെ പോയി. അടിയിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കുളിരോ എന്തോ ഒരു സാധനം കയറി വന്ന് ഇങ്ങനെയൊക്കെയോ ആവലായിരുന്നു. ഉള്ളിൽ കയറി എത്തിയപ്പോഴോ പിന്നെ കുഴപ്പമുണ്ടെന്നില്ല. നല്ല മേഘങ്ങളുടെ മുകളിൽ കൂടുന്ന മേഘങ്ങളുടെ കാഴ്ച കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മേഘങ്ങൾ കാഴ്ചയൊക്കെ ഇരുന്നു. പക്ഷേ വെയിൽ ഇത്തിരി ഭയങ്കരമായ വെയിലായിരുന്നു. ആ വെയിൽ സഹിച്ചിരിക്കാൻ പറ്റാത്ത കാരണം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും എയർ ഹോസ്റ്റേഴ്സ് സാൻഡ്വിച്ച് ഉണങ്ങുന്നു. ഒരു സാൻഡ്വിച്ചും ഒരു കൂൾ ഡ്രിങ്ക്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രീ ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷേ കൂൾ ഡ്രിങ്ക്സ് ഇല്ലാത്തതാണ് 2 സാൻഡ്വിച്ച് തന്നു. എനിക്കാണെങ്കിൽ ആ സാൻഡ്വിച്ച് ഇഷ്ടമായില്ല. അതിൽ 2 സാൻഡ്വിച്ചിൽ ഒരെണ്ണമെങ്കിൽ തീരെ ഇഷ്ടമായില്ല. ഒരെണ്ണം പിന്നെ ഇഷ്ടമായി. കാരണം നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ ഞാനൊന്നും കഴിക്കാൻ പോയില്ല. പിന്നെ ഒന്ന് പുറത്ത് നോക്കിയപ്പോഴാണ് എൻ്റെ മോനെ നിങ്ങൾ എന്നെ നോക്കുക എന്ത് രസം. കാരണം പഞ്ഞിക്കട്ട പോലെയാണ് പുറത്ത് മേഘങ്ങൾ നിൽക്കണം. ഞാൻ ഈ മേഘങ്ങളടക്കം ഇങ്ങനെ കാണണത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ അറ്റത്തേക്ക് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ മേഘങ്ങളൊക്കെ അറ്റത്തുണ്ടാവണം മറ്റേ പൊല്യൂഷൻ പ്ലാന്റിന്നാണെന്നോ. ഇതിപ്പോൾ ചെന്നൈ എത്തി. ചെന്നൈയിലിപ്പോൾ ലാൻഡ് ചെയ്യാറായി. അപ്പോൾ ലാൻഡ് ചെയ്യാറായപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ. ഇവിടെ ഇപ്പോൾ ചെന്നൈയിൽ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചയാണ്. എന്നാലും കാഴ്ചകളൊക്കെ മുകളിൽ നിന്നാണ് എല്ലാം നല്ല രസമായിട്ട് തന്നെയുണ്ട്. നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കുന്ന എന്തൊക്കെ രസം.